ഹേ ഗൈസ്, ഇന്ന് നമ്മുടെ ഗ്യാരേജിലുള്ളത് ഒരു 2011 സ്കോർപ്പിയോ ആണ്. വെറും സ്കോർപ്പിയോ അല്ല, ഒരു ആനക്കുട്ടി പോലത്തൊരു സ്കോർപ്പിയോ ആണ്. ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരാൻ നേരത്തെ ഒരു പ്രാഡിൻ്റെ മെറ്റൽ ബമ്പർ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ റിമൂവ് ചെയ്തു. അത് വണ്ടിക്ക് ഒരു മാസീവ് ലുക്കായിരുന്നു. പിന്നെ ആ ഒരു 4 ഇഞ്ച് ലിഫ്റ്റും ആ 14 ഇഞ്ച് MT ടയേഴ്സും എല്ലാം കൊണ്ടും വണ്ടി അങ്ങ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് വ്യൂവിലേക്ക് വരാൻ ആ ഒരു കാർബൺ ഫൈബർ ഡിപ്പും പിന്നെ മൊത്തത്തിൽ വണ്ടി അങ്ങ് എയറിൽ നിൽക്കുകയാണ്. വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വരാൻ നമുക്ക് ആ ഒരു ഫുള്ളി ഫങ്ഷനായിട്ടുള്ള സ്നോർക്കലും പിന്നെ നമ്മുടെ എംഹൗക്കിൻ്റെ ബാഡ്ജിങ് ഇവിടെ കാണാം. റിയർ വ്യൂവിലേക്ക് വരാനാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നമ്മുടെ ആ ഒരു ഐക്കോണിക് ടെയിൽ ലൈറ്റ്. ഇവിടെ ആയിട്ട് നമ്മൾ ഡെസേർട്ടാനിന് എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു റാക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്നത് നമ്മുടെ ആ ഒരു പഴയ സ്കോർപ്പിയോയുടെ സ്ലോഗനും ഇവിടെ ഒരു സ്കോർപ്പിയോ ബാഡ്ജിങ്. ഇത് നമ്മുടെ ഓണേഴ്സിൻ്റെ ബ്രാൻഡിൻ്റെ പേരാണ് റൈവൻസ്. എൻജിൻ സൈഡിലേക്ക് വരാൻ ആ ഒരു പഴയ 2.2 ലിറ്റർ 4 സിലിണ്ടർ ടെർബോ ഡീസൽ എൻജിൻ. പിന്നെ നമ്മൾ വണ്ടിയിൽ BMCയുടെ ഒരു ഫിൽറ്ററും ചെയ്തിട്ടുണ്ട്. നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് നോക്കാം. ഇൻറ്റീരിയറിലേക്ക് വരാൻ ആ ഒരു മാസീവ് 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലും പിന്നെ ഒരു RPM ഗേജും ഒരു സ്പീഡോമീറ്ററും ഒരു ഫ്യൂവൽ ഗേജും ഇവിടെ കാണാം. സെൻറ്റർ കൺസോളിലേക്ക് വരാൻ നമ്മുടെ ആ ഒരു AC ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റ്സും ബാക്കി അതിൻ്റെ കൺട്രോൾസും എല്ലാം ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു മീഡിയ സ്ക്രീനും ഇവിടെ കാണാം. അവിടുന്ന് താഴത്തേക്ക് വരാൻ നമ്മുടെ ആ ഒരു എക്സ്റ്റൻഡഡ് ഗിയർ നോക്കും പിന്നെ ആ ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ കൺട്രോൾസും പിന്നെ ആ ഒരു 4 ഡോർ പവർ വിൻഡോയുടെ കൺട്രോൾ പാനൽസും ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഡ്രൈവ് പോയിട്ട് ബാക്കി സംസാരിക്കാം. Welcome to the Scorpio, your dream vehicle. Your car is a powerful vehicle. Please drive it carefully.